രാവിലെ എണീറ്റ് ഇതേ കുളിച്ചൊരുങ്ങണത് അമ്പലത്തിൽ പോകാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കുമാരവേൽമയും കൂടിയിട്ടാണ് അമ്പലത്തിൽ പോണത്. നമ്മുടെ മുരുകൻ്റെ അമ്പലത്തിൽ ഇന്ന് ഷഷ്ടിയുള്ള ദിവസമാണ്. അപ്പോൾ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അപൂർവമായിട്ടാണ് ഷഷ്ടി ദിനം വരാറ്. അപ്പോൾ ഇന്ന് ഇതേ ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതേ അമ്പലത്തേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ണെഴുതി പിന്നെ നമ്മുടെ സിന്ദൂരം തൊട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുടി കെട്ടാനാണ് നിൽക്കുന്നത്. അപ്പോൾ കുമാരവേൽമ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെയും എന്നെയും വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം മുടി കെട്ടിയിട്ട് ഹോളിലേക്ക് പോകാനോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മുടിക്കെട്ടലും കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സുന്ദരിയായി എന്നാണ് എൻ്റെ ഒരു വിശേഷം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ട് ഹോളിലേക്ക് എത്തിയപ്പോൾ അമ്മേരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സാരി ഉടുക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് ഇറത്തിരിക്കാന്ന് വെച്ചപ്പോൾ നല്ല വെളിച്ചുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം വയറുമയ്ക്കും മുഖത്തേക്കൊക്കെ നന്നായി വെളിച്ചമൊക്കെ കിട്ടിയിട്ടുണ്ട്. റെഡിയായി എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഇത് അമ്പലത്തേക്ക് നടക്കുകയാണ്. അമ്പലത്തിൽ എത്തി കഴിഞ്ഞപ്പോൾ വഴിപാട് കഴിക്കാനാണ് അമ്മ നിൽക്കുന്നത്. അപ്പോൾ വഴിപാട് കഴിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ഷഷ്ടി ദിവസം കൂടിയാണല്ലോ. അപ്പോൾ തൊഴുത് കഴിഞ്ഞപ്പോൾ പ്രസാദൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാനും അജുവലിമയും കുമാരവേൽമയും കൂടിയിട്ട് തറവാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അമ്മ തൊഴുത് നേരെ വീട്ടിൽ പോകാനോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കാനൊന്നും ഒന്നുണ്ടായില്ല. അപ്പോൾ ജിഷേജ് കൊടുന്ന ബൗണ്ടീര മിഠായിയാണ്. അപ്പോൾ അത് ഞാനിരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജിഷ്ണുവിൻ്റെ കുറേ പഴയ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂത്ത ഇതുപോലെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും കെയറും അതേപോലെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനാണ് എൻ്റെ തറവാട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിൽ മൂത്തൊരു സന്തതി കിട്ടും. അതാണ് എനിക്ക് അതിൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ അമ്മൂമ്മ നിന്നിട്ട് ഫോട്ടോസൊക്കെ നോക്കാണ് കേട്ടോ. ആ സമയമാകുമ്പോഴേക്കും ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എത്തിയപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വന്നപ്പോൾ അവിടെ ബെഡ്ഷീറ്റും പുതപ്പോളും ഒക്കെ ഒതുക്കി മടക്കി എടുത്ത് വെക്കുകയാണ്. എന്താ വെച്ചാൽ വീട്ടിലേക്ക് പോവാണല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന തിരക്കിൽ എനിക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്ന പാട് അതൊക്കെ ഒതുക്കി വെച്ച് ബേഗിൽ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സുകൾ അവൻ എല്ലാം വേണ്ടതൊക്കെ എന്താ പറയുക സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഞാനെടുത്ത് നോക്കിയിട്ട് ഓക്കെ ഇനി അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വീണ്ടും ബേഗിലെടുത്ത് വെക്കലാണ് ചെയ്യേണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ലാപ്ടോപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ആവശ്യം വന്നാലോ. അങ്ങനെ വണ്ടി ഊബർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എല്ലാ കെട്ടും കിടക്കൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. വീട്ടിലെത്തിയ പാടെ ബേഗ് വെച്ചിട്ട് നേരെ അമ്മയുടെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് കല്യാണത്തിൻ്റെ തലേദിവസം. അപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസിലാണ് പിള്ളേർ. ഞാൻ എത്തിയിട്ടറിഞ്ഞിട്ട് അതിനെ വീഡിയോ എടുക്കാനാണ് ഉള്ളുമാർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരേപോലെയാണോ കളിക്കണേന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കൊണ്ട് ഞങ്ങളിത് ഷർട്ട് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് അച്ഛൻ അറിയില്ല കേട്ടോ. അച്ഛൻ്റെ പിറന്നാളാണ്. പക്ഷെ അച്ഛനുള്ള ഷർട്ട് എടുക്കാനാണ് പോകണമെന്ന് അറിയില്ല. അതിനുള്ളതാന്ന് വെച്ചിട്ടാണ് അച്ഛൻ വന്നത്. ഇവിടെ എത്തി കഴിഞ്ഞിട്ടാണ് അച്ഛനുള്ളതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനുള്ള ഷർട്ടും അതിനുള്ള ഷർട്ടൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നു. വീട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് തേക്കൽ പണികളാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹൽദിക്ക് ഇന്ന് വൈകുന്നേരത്തിന് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കല്യാണ വിശേഷങ്ങൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.